ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോഴിന്നേ നമ്മുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി മുട്ട ബജിയാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മുടെ മുട്ട പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ടേനെ രണ്ടാക്കി മുറിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ മഞ്ഞക്കരു വേറൊരു ബൗളിൽ മാറ്റണം കേട്ടോ. അത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളതാണ്. ഇത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ചമ്മന്തി റെഡിയാക്കാം. അതിന് തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, മല്ലിയില, ഒരു നാരങ്ങയുടെ പകുതി അത് പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയില്ലേ, അതിലോട്ട് ഈ ചമ്മന്തി ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. നല്ലതുപോലെ ഉടച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടയുടെ മഞ്ഞയും നമ്മുടെ ചമ്മന്തിയും രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് ഒരു മാവ് ഇങ്ങനെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു പരുവത്തിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണേ. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയിലോട്ട് അത് ഫില്ല് ചെയ്ത് ഇതുപോലെ നമ്മുടെ ചമ്മന്തി മുട്ടയുടെ വെള്ളയിലോട്ട് വെച്ച് സെറ്റ് ചെയ്തെടുക്കണമേ. എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ മുട്ടയിലോട്ട് ചമ്മന്തിയൊക്കെ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മാവ് റെഡിയാക്കാനുണ്ട്. മുക്കി പൊരിക്കണ്ടേ, അതിനായിട്ട് അങ്ങനെ 1 കപ്പ് കടലമാവ്, 1/2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിന് നമ്മുടെ കായപ്പൊടിയാണ്. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാനുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ട് കുഴച്ചൊരു കട്ടി രൂപത്തിൽ, ദോശയുടെ മാവിലെ ആ രൂപത്തിൽ ഇച്ചിരി കട്ടിയായിട്ട് കുഴച്ചെടുക്കുക. അത് കഴിഞ്ഞ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. എന്നിട്ട് നമുക്ക് ഈ മാവിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയില്ലേ, അത് മുക്കി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ പറക്കിയിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാ മുട്ട ബജിയൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ തന്നെ 1-2 കഴിക്കുമ്പോൾ മടുക്കത്തില്ലേ, ഇതൊട്ടും മടുക്കത്തില്ല. ധൈര്യമായിട്ട് കഴിക്കാം. ചെറിയ പുളിയും എരിവും ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.